ഹലോ സ്റ്റുഡൻസ്, നെക്സ്റ്റ് പാർട്ടിലേക്ക് നമ്മൾ പോവുകയാണ്. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പൊളിറ്റിക്കൽ സയൻസിലെ ലാസ്റ്റ് ഭാഗമാണ്. എങ്ങനെയാണ് പൊളിറ്റിക്കൽ സയൻസും നമ്മുടെ സോഷ്യോളജിയും തമ്മിൽ ഇന്റർ കണക്റ്റഡ് ആയി എന്നാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ദെൻ ഇറ്റ്സ് എ ഗവൺമെൻറ് എങ്ങനെയാണ് അതായത് പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറയുന്ന ഒരു വിഷയം, അത് നമ്മുടെ ഗവൺമെൻറ്റും സൊസൈറ്റിയും തമ്മിലുള്ള എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു. ചൂരൽമല എന്ന് പറയുന്ന വയനാടിൽ ഉരുൾപൊട്ടൽ ഉണ്ടായപ്പോൾ അവർക്ക് ആ ഒരു സൊസൈറ്റി മൊത്തം പോയിട്ടുണ്ടെങ്കിലും നമ്മളെ ഗവൺമെൻറ് എന്ത് ചെയ്യുന്നു, അവരെ മാക്സിമം അവരെ ഒന്നുകൂടി പുനരധിവാസം എന്നാ പറയില്ലേ, പുനരധിവസിപ്പിക്കാൻ വേണ്ടി വീടുണ്ടാക്കി നൽകുന്ന ഒരു സിറ്റുവേഷനിലാണ് നമ്മളിപ്പോൾ നിങ്ങൾ പത്രവാർത്തകൾ മീഡിയ ഒക്കെ കാണുന്നുണ്ടെങ്കിൽ മനസ്സിലാവും. അതൊരു എക്സാമ്പിളാണ് എന്തിന്, പൊളിറ്റിക്കൽ സയൻസ് ആൻഡ് സോഷ്യോളജി എന്നുള്ള ഈ ഒരു പാർട്ടിൽ നമ്മളെ ഈ ഒരു പഠനത്തിന് ഈ ഒരു സ്റ്റഡി മെറ്റീരിയൽ നിങ്ങൾ വായിച്ചാൽ മനസ്സിലാവും. എക്സാമ്പിൾ സ്റ്റഡി മെറ്റീരിയൽ ഇതിൻ്റെ എക്സാമ്പിൾ ഒന്നുമില്ല, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന അപ്ഡേറ്റ്സ് ആയ ഓരോ എക്സാമ്പിൾ വെച്ചിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ, എക്സാം അറ്റൻഡ് ചെയ്യാനും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ദെൻ നെക്സ്റ്റ് ഇതിലൊരു പോയിന്റ് എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ സയൻസിൻ്റെ ലാസ്റ്റ് കൺക്ലൂഷൻ പോയിന്റ് പറയുന്നത്, ഇതിൽ പറയുന്നത് പൊളിറ്റിക്കൽ സോഷ്യലൈസേഷനെ പറ്റി പറയുന്നത്. ദ ടേം പൊളിറ്റിക്കൽ സോഷ്യലൈസേഷൻ ഈസ് ഓൾസോ ഫ്രീക്വൻ്റ്ലി യൂസ് ദ പൊളിറ്റിക്കൽ സോഷ്യോളജി ആൻഡ് സോഷ്യോളജിക്കലി സോഷ്യലൈസേഷൻ ഈസ് എ ലൈഫ് ലോങ് ലേണിംഗ് പ്രോസസ് അല്ലേ. അതായത് സോഷ്യോളജിക്കലി സോഷ്യലൈസേഷൻ ഈസ് എ ലൈഫ് ലോങ് ഏർണിംഗ് പ്രോസസ്. സോഷ്യലൈസേഷൻ സാമൂഹിക രൂപീകരണം, സാമൂഹിക ഒരു മാറ്റങ്ങൾ, ചേഞ്ചസ് നമ്മൾ ലൈഫ് ലോങ് ഉള്ളൊരു സംഭവം. ലൈഫ് ലോങ് ആണെന്ന് ഉറപ്പാണ്. കാരണം എന്താ, നമ്മൾ ഡാർവിൻ്റെ പരിണാമ സിദ്ധാന്തം, മനുഷ്യൻ കുരങ്ങനിൽ നിന്നാണ് മനുഷ്യൻ നമ്മുടെ ഫിസിക്കലി നമുക്ക് പല മാറ്റങ്ങളും സംഭവിച്ചിട്ടാണ് മനുഷ്യനായി നമ്മളിപ്പോൾ ജീവിക്കുന്നത് എന്ന് നമുക്കറിയാം, എല്ലാവർക്കും അറിയാവുന്ന കാര്യം. അപ്പം ആ ചേഞ്ചസ് അത് കഴിഞ്ഞ് നമ്മുടെ ടെക്നോളജിയിൽ നമ്മൾ പുരോഗതിയുള്ള നമ്മളെ ലോകത്ത് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന പല പല മാറ്റങ്ങൾ, ടെക്നോളജിക്കലി ആൻഡ് ബിൽഡിങ്സുകളായാലും ഒഫീഷ്യലി ആണെങ്കിലും നമ്മൾ കാണുന്ന കാഴ്ചകളും ബിൽഡിങ്ങുകളും സൊസൈറ്റി തന്നെ മാറാൻ പറ്റുന്ന രീതിയിലുള്ള പല അപ്രോച്ചുകളും ക്രിയേറ്റിവിറ്റികളും, സയൻറ്റിസ്റ്റ്, എൻജിനീയേഴ്സ്, ദെൻ ടീച്ചേഴ്സ്, അങ്ങനെയുള്ള എല്ലാ പ്രൊഫഷനിലും വരുന്ന മാറ്റം കൊണ്ട് സൊസൈറ്റിയിൽ മൊത്തം മാറ്റം വരുന്നത് ലൈഫ് ലോങ് പ്രോസസ്സാണെന്നാണ് എന്തിൽ പറയുന്നത്, ലാസ്റ്റ് പോയിന്റിൽ പൊളിറ്റിക്കൽ സോഷ്യലൈസേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, the term political socialization is also frequently used term in sociologically. Socialization is a lifelong learning process. സോഷ്യോളജി എന്നാണ് പറയുന്നത്. ഓക്കെ, മിസ് ഒന്നും കൂടി വായിച്ചത് നിങ്ങൾ എഴുതിയെടുക്കുക. ദ ടേം പൊളിറ്റിക്കൽ സോഷ്യലൈസേഷൻ ഈസ് ഓൾസോ ഫ്രീക്വൻ്റ്ലി യൂസ്ഡ് ടേം ഇൻ പൊളിറ്റിക്കൽ സോഷ്യോളജി. പൊളിറ്റിക്കൽ സോഷ്യോളജി മിസ് നേരത്തെ പറഞ്ഞത് വീണ്ടും റിപ്പീറ്റ് ചെയ്യാണ്. പൊളിറ്റിക്കൽ സോഷ്യോളജി മീൻസ് സൊസൈറ്റി എപ്പോഴും റിലേറ്റഡ് ആണ് പൊളിറ്റിക്സ് ആയിട്ട്. ഗവൺമെൻറ് ഇല്ലാതെ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഇല്ലാതെ ഒരിക്കലും സൊസൈറ്റിക്ക് നിലനിൽക്കാൻ കഴിയില്ല. സൊസൈറ്റി ഇല്ലാതെ ആർക്കും നിലനിൽക്കാൻ കഴിയുന്നില്ല. പൊളിറ്റിക്കലി ഇതായപ്പോൾ സ്റ്റേറ്റ് ഗവൺമെൻറ്റിനും നിലനിൽക്കാൻ പറ്റുന്നില്ല. വെറുതെ ആ ഒരു ജസ്റ്റ് ഒരു പാവ പോലെ നിൽക്കാല്ല, അവർക്ക് ഭരിക്കാൻ ജനങ്ങൾ വേണം. ജനങ്ങൾക്ക് എന്തും വേണം, റൂൾസ് ആൻഡ് റെഗുലേഷൻസ് മുന്നോട്ട് പോകണമെങ്കിൽ എന്ത് വേണം, സ്റ്റേറ്റും ഗവൺമെൻറ്റും ലോ ആൻഡ് ഓർഡർ, പോലീസ് സ്റ്റേഷൻ തുടങ്ങിയ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കറക്റ്റ് പാലിക്കുന്ന, ട്രാഫിക് പോലെയുള്ള പല സിംപിളി നമ്മളെല്ലാ രൂപത്തിലും നോക്കുന്ന സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ കൺട്രോൾ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു സൊസൈറ്റിക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നുള്ളൂ. അപ്പം അതാണ് എന്ത് പൊളിറ്റിക്കൽ സോഷ്യലൈസേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് ഇതിൽ പറയുന്ന ലാസ്റ്റ് പോയിന്റ് പറയുന്നത് ഈസ് എഡ്യൂക്കേറ്റഡ് ദെൻ സോഷ്യോളജി ആൻഡ് അതർ സോഷ്യൽ സയൻസസ്. ഇത് വീണ്ടും റിപ്പീറ്റഡ് ആണ്. ഇത് ലാസ്റ്റ് നമ്മൾ പൊളിറ്റിക്കൽ സയൻസിൻ്റെ കൺക്ലൂഷനിലാണ് എത്തുന്നത്. അതർ സോഷ്യൽ സയൻസിന് കണക്റ്റഡ് ആണ് എന്ന് പറയുന്നത്. എക്കണോമിക്സ് ആയിട്ട് കണക്റ്റഡ് ആണ്. ദെൻ പൊളിറ്റിക്കൽ സയൻസ് ആൻഡ് കണക്റ്റഡ് ആണ്. ജോഗ്രഫി, ദെൻ ഇനിയിപ്പോൾ ബയോളജി, അങ്ങനെയുള്ള സയൻസ് വിഷയങ്ങളെല്ലാം എന്താണ്, നമ്മുടെ സോഷ്യോളജി ഇൻ്റർ കണക്റ്റഡ് ആണ് എന്ന് പറയുന്നു. Then ഇതിൽ പറയുന്നത് സിവിൽ സൊസൈറ്റി then shape their ideas and neighborhood and school of poor groups influence children's attitude and shape their ideas in early ages, whereas agencies like mass media, political party, state, civil society, interest groups and shape people attitude. ഇതെല്ലാം
അല്ലേ, ജനങ്ങളിലുള്ള ആറ്റിറ്റ്യൂഡും കുട്ടികളുടെ ഗ്രൂപ്പ്സ്, ഇൻ ഗ്രൂപ്പ്സ്, ഔട്ട്സ് ഗ്രൂപ്പ്, അങ്ങനെ ദെൻ സൊസൈറ്റിയിൽ ഉണ്ടാകുന്ന എന്താ പറയുക സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിലെ എക്സാമ്പിളാണ് വില്ലേജ് ഓഫീസ്, പഞ്ചായത്ത്, ഹെൽത്ത് സെൻറ്റേഴ്സ് മീൻസ് പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ. ഇതെല്ലാം സൊസൈറ്റിയിൽ സാമൂഹികപരമായിട്ട് ചേഞ്ചസ് ഉണ്ടാക്കുന്ന പൊളിറ്റിക്കലി റിലേറ്റഡ് ആയിട്ടുള്ള ഘടകങ്ങളാണെന്നാണ് ഇതിൽ ലാസ്റ്റ് കൺക്ലൂഷനിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ യൂണിറ്റ് 8 പോകുന്നത്. യൂണിറ്റ് 8 8ൻ്റെ പേര് എല്ലാവരും നോട്ട് ചെയ്ത് വെക്കുക. നമ്മുടെ യൂണിറ്റ് 8 കൾച്ചർ ആൻഡ് സൊസൈറ്റി. ഏറ്റവും നമ്മൾ റിലേറ്റഡ് ആയി കണക്ട് ചെയ്യുന്ന സംഭവമാണ് കൾച്ചർ, സംസ്കാരമില്ലാതെ പെരുമാറിയാൽ എന്താണ് ഒരാളുടെ നെഗറ്റീവായിരിക്കാം ലൈഫിൽ, അല്ലേ? സംസ്കാരം എന്ന് പറയുന്നത് വളരെ നമ്മൾ കുഞ്ഞിലേ ജനിക്കുമ്പോൾ തന്നെ കിട്ടുന്ന ഒരു സംഭവമാണ് സംസ്കാരം. കൾച്ചർ വെരി വെരി ഇൻട്രസ്റ്റിംഗ് പോയിന്റാണ് കൾച്ചർ എന്ന് പറയുന്ന ഒരു വേർഡ്. ആ വേർഡിൽ നിരവധി അർത്ഥങ്ങളൊരു വേർഡാണ് കൾച്ചർ. കൾച്ചർ ഇല്ലെങ്കിൽ ഒരു സൊസൈറ്റിയിൽ ജീവിക്കുന്ന ഹ്യൂമൻ ബീയിങ്സിന് മുന്നോട്ടൊരു നിലനിൽപ്പില്ല. കൾച്ചർ ഇറ്റ്സ് സ്റ്റാർട്ടിങ് അവർ ഫാമിലി. നമ്മുടെ ഫാമിലിയിൽ നിന്നാണ് കൾച്ചർ എന്ന് പറയുന്ന പദത്തിൻ്റെ ഇമ്പോർട്ടൻസ് തുടങ്ങുന്നത്. മിസ് ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ പറഞ്ഞതാണ്. കൾച്ചർ നമ്മൾ ഒബ്ജക്റ്റീവ്സ്, ഇൻട്രൊഡക്ഷൻ, കൾച്ചർ ആൻഡ് ബയോളജി, കൾച്ചർ ട്രേറ്റ് ആൻഡ് കൾച്ചർ കോംപ്ലക്സ്, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കൾച്ചർ, ടൈപ്സ് ഓഫ് കൾച്ചർ, എലമെൻറ്റ്സ് ഓഫ് കൾച്ചർ, കൾച്ചർ സിവിലൈസേഷൻ, കൾച്ചർ ഇന്നോവേഷൻ ആൻഡ് കൾച്ചർ ഡെഫിനേഷൻ, ആക്യുറൈസേഷൻ, അസിമിലേഷൻ ആൻഡ് കൾച്ചർ ഷോക്ക്, കൾച്ചർ relativism and multi-relativism and globalization of culture in Indian context. ദെൻ ഇത്രയും കാര്യങ്ങളാണ് കൾച്ചറിനെ പറ്റി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. നെക്സ്റ്റ് ഇതിൽ ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത് കൾച്ചർ ഈസ് എ സൊസൈറ്റി. കൾച്ചർ ആൻഡ് സൊസൈറ്റി ഈസ് മ്യൂച്വലി ഇൻറ്റർപ്രറ്റഡ്. എവറി സൊസൈറ്റി ഹാസ് കൾച്ചർ which guides in members. In order to understand the relationship between culture and society, we need to understand what a society ക്രിയേറ്റഡ്. നമുക്കറിയാം മെമ്പേഴ്സ് മീൻസ് ഫാമിലി മെമ്പേഴ്സ് എന്നാണ്. ഇവിടെ ഓരോ അംഗങ്ങളും സൊസൈറ്റിയിൽ ജീവിക്കുന്ന ഒരു കുട്ടി ജനിക്കുന്നത് ഒരു കുടുംബത്തിലാണ്. ആ കുടുംബത്തിൽ ആ കുഞ്ഞ് ജനിച്ച് വീഴുമ്പം തന്നെ ആ കുഞ്ഞിന് വളരുന്നത് ആ കുടുംബത്തിലെ ആളുകളുടെ പെരുമാറ്റ രീതികളും ബിഹേവിയറും അവർ ജീവിക്കുന്ന രീതികളും ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, എല്ലാ കുഞ്ഞിനെ ബാധിക്കുന്നതാണ്. അങ്ങനെയാണ് ആ കുഞ്ഞ് വളരുന്നതിനാണ് സംസ്കാരം എന്ന് പറയുന്നത്. എല്ലാം ഒത്തിണങ്ങിയത്. സംസ്കാരത്തിന് എന്തില്ല, ജാതിയില്ല, മതമില്ല, ഒരു നിറഭേദമില്ല, ഒന്നുമില്ല. ഒരാൾ സംസ്കാര സമ്പന്നനാവാൻ അദ്ദേഹത്തിന് അതിർവരമ്പുകൾ, അദ്ദേഹം എന്തായിരിക്കണം, കറക്റ്റ് കംപ്ലീറ്റഡ് പേഴ്സൺ ആയിരിക്കണം. കാരണം അദ്ദേഹത്തിൻ്റെ പെരുമാറ്റത്തിൽ, മാനേഴ്സിൽ, സംസാരിക്കുന്നതിൽ, അദ്ദേഹത്തിൻ്റെ പ്രാക്ടിക്കൽ, അദ്ദേഹം ഒരു കുട്ടി ജനിച്ച് വളർന്ന് വലുതാവുമ്പോൾ കിട്ടുന്ന ഓരോരോ സമൂഹത്തിൽ നിന്ന് കിട്ടുന്ന ഒരു ഇതാണ് ആ കുട്ടി എന്തായി മാറ്റുന്നത്. നല്ലൊരു മനുഷ്യനായും ചീത്ത ഒരു സിറ്റുവേഷനാണ് ഒരു കുട്ടി എന്താക്കുന്നത്, വളരുന്ന സിറ്റുവേഷൻ കൊണ്ട്. അങ്ങനെയും പറയാം, റെയറായിട്ട് ഒരു ക്രിമിനലായിട്ടുള്ള ഒരു പാരൻസിൻ്റെ മകനൊക്കെ നല്ല രീതിയിൽ നല്ല ഇതായിട്ട് ജീവിച്ച് വളർന്നു വരുന്ന സിറ്റുവേഷൻ ഉണ്ട്. അതുകൊണ്ട് കറക്റ്റ് സിറ്റുവേഷനാണ് ഒരു കുട്ടിയെ ഇതാക്കുന്നത്. അതും നമുക്ക് പറയാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. എങ്കിലും മാക്സിമം 90% എന്ത് തന്നെയാണ് ഒരു കുടുംബത്തിൽ ജനിക്കുന്ന കുട്ടി അച്ഛൻ, അമ്മ, ആ ഫാമിലിയിലെ മെമ്പേഴ്സിനെ കണ്ടിട്ടാണ് അത് വളർന്നു വരുന്നത്. ഓരോ ഘട്ടത്തിലും ആ കുട്ടി അച്ഛൻ, അമ്മ ആരാധിക്കുന്നതും മതം ഏതാണ്, ജാതി ഏതാണ്, അച്ഛൻ്റെ ജോലി എന്താണ്, ഈ കുട്ടി വളർന്നു വരുമ്പോൾ ഈ കുട്ടി സ്വീകരിക്കുന്നതും. ഇപ്പോൾ മുസ്ലിം ഫാമിലിയാണ് ആ കുട്ടി വളർന്നത് മുസ്ലിം ആയിട്ടാണ്, ഹിന്ദു ഫാമിലിയാണ് കുട്ടി വളർന്നത് ഹിന്ദു ആയിട്ടാണ്, ക്രിസ്ത്യൻ ഫാമിലി ജനിക്കുന്ന ഒരു കുട്ടി വളർന്നു വന്നത് ക്രിസ്ത്യൻ. അപ്പം മതവും ജസ്റ്റ് ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ഈ കുട്ടിയെ എല്ലാം സ്വാധീനിക്കുന്നു. എങ്കിലും എല്ലാത്തിനും ഉപരി ഈ കുട്ടി സ്വയം ആർജിച്ചെടുക്കുന്ന നന്മ, അതാണ് എന്ത് ഒരു പേഴ്സണെ, ഒരു വ്യക്തിയായിട്ട് ഒരു ഗുഡ് പേഴ്സണായി മാറ്റുന്നത് എന്നാണ് സത്യം. കൾച്ചർ എന്ന് പറയുന്നത് വളരെ നേരത്തെ പറഞ്ഞ പോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വേർഡാണ്. സൊസൈറ്റിയിൽ ഒരാളെ വാർത്തെടുക്കുന്ന സംഭവം തന്നെയാണ് കൾച്ചർ.